144 അടി നീളവും 3 കൊടിമരങ്ങളുമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ 1886 സെപ്റ്റംബറിൽ മിഷിഗണിൽ നിന്ന് ചിക്കാഗോയിലേക്ക് ഇരുമ്പയിര് കൊണ്ടുപോകുന്നതിനിടെ സ്കോൺസിൽ തീരത്ത് മിഷിഗൺ തടാകത്തിൽ മുങ്ങുന്നു. പിന്നീട് നൂറ്റാണ്ടുകളോളം തെരച്ചിൽ നടത്തിയിട്ടും കപ്പലിനെ പറ്റി ആർക്കും ഒരു വിവരവും ലഭിക്കാതെ വരുന്നു. കാലക്രമേണ കപ്പൽ ചെയ്ത വേട്ടക്കാർ ഈ കപ്പലിനെ പ്രേതക്കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പോഴിതാ 140 വർഷങ്ങൾക്ക് ശേഷം കാലങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ പ്രേതക്കപ്പലിന്റെ അവശിഷ്ടങ്ങൾ തടാകത്തിൽ നിന്ന് കണ്ടെത്തുന്നു. 1867 നിർമ്മിച്ച ആ കൂറ്റൻ ചരക്കു കപ്പലായ FJ കിങ്ങിന് മിഷിഗൺ തടാകത്തിൽ വെച്ച് സംഭവിച്ചതെന്തായിരുന്നു? എന്തുകൊണ്ട് കപ്പൽ കണ്ടെത്താൻ ഇത്രയും കാലതാമസമുണ്ടായി? നമുക്കൊന്ന് പരിശോധിക്കാം. ചിക്കാഗോയിലേക്ക് ഇരുമ്പയിരുമായി പോകുന്നതിനിടെയായിരുന്നു മിഷിഗൺ തടാകത്തിൽ വെച്ച് FJ കിങ് മുങ്ങുന്നത്. 8 മുതൽ 10 അടി വരെ ഉയരമുള്ള തിരമാലകളിൽ അകപ്പെട്ടായിരുന്നു അപകടമുണ്ടാകുന്നത്. അന്ന് വീശിയടിച്ച ശക്തമായ കൊടുങ്കാറ്റിൽ തടികൊണ്ട് പണിത കപ്പലിന്റെ പുറംഭാഗം പലതായി തകർന്നു. മണിക്കൂറുകളോളം കപ്പലിൽ നിന്നും വെള്ളം പുറത്തു കളയാൻ ശ്രമിച്ചെങ്കിലും കപ്പലിനെ രക്ഷപ്പെടുത്താൻ കപ്പലിലുണ്ടായിരുന്ന ആർക്കും തന്നെ സാധിച്ചില്ല. ശേഷം പുലർച്ചെ 2 മണിയോടെ കപ്പൽ കടലിലമർന്നു. കപ്പലിലെ ജീവനക്കാരെല്ലാം തന്നെ ലൈഫ് ബോട്ടുകളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കപ്പലിലെ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടിട്ടും പിന്നെ എന്തുകൊണ്ട് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഇത്രയും കാലതാമസമുണ്ടായി എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. പതിറ്റാണ്ടുകളോളം ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ തേടി മിഷിഗൺ തടാകത്തിൽ നിരവധി അന്വേഷണങ്ങൾ നടന്നു. പക്ഷെ ഒരിക്കൽ പോലും കപ്പലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കപ്പൽ എവിടെ മുങ്ങി എന്ന് വ്യക്തമായി അറിയാവുന്നവർ ജീവിച്ചിരുന്നിട്ടും കപ്പൽ മുങ്ങിയത് സംബന്ധിച്ച് നിലനിന്നിരുന്ന ചില വിവരങ്ങളാണ് കപ്പൽ കണ്ടെത്തുന്നത് ഇത്രയും കാലം വൈകാൻ കാരണമായത്. കപ്പൽ ബെയ്ലി ഹാർബറിൽ നിന്ന് ഏകദേശം 5 മൈൽ അകലെ വെച്ചാണ് മുങ്ങിയതെന്നായിരുന്നു ഒരു വിവരം. എന്നാൽ ഒരു ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരൻ അദ്ദേഹത്തിന്റെ ലൈറ്റ് ഹൗസിന് സമീപത്ത് വെച്ചാണ് കപ്പൽ മുങ്ങിയതെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നു. ആദ്യകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ച ചില കപ്പൽ അവശിഷ്ടങ്ങൾ ഈ വാദത്തെ സാധൂകരിക്കുന്നവയായിരുന്നു. പക്ഷേ അപ്പോഴും എത്ര തെരച്ചിൽ നടത്തിയിട്ടും കപ്പൽ മാത്രം കണ്ടെത്താനായില്ല. ഒടുക്കം ബ്രണ്ടൻ ബെയ്ലോഡിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ചില സ്കെച്ചുകൾ തയ്യാറാക്കുന്നു. അതുപയോഗിച്ച് സൈഡ് സ്കാൻ സോണാറിന്റെ സഹായത്തോടെ ആ പ്രദേശം സ്കാൻ ചെയ്തു നോക്കുന്നു. അന്വേഷണത്തിൽ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ താഴെ മാത്രം അകലെ 140 അടി നീളമുള്ള ഒരു കപ്പൽ രൂപം അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ 140 വർഷം മുൻപ് ഒരു കൂറ്റൻ കൊടുങ്കാറ്റ് തകർത്തെറിഞ്ഞ FJ കിങ്ങിനെ കണ്ടെടുക്കുന്നു. എന്നാൽ മുങ്ങൽ വിദഗ്ധരെ ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു. കപ്പൽ മുങ്ങുമ്പോൾ ഭാരമേറിയ ചരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും യാതൊരു കേടുപാടുമില്ലാതെയായിരുന്നു വെള്ളത്തിനടിയിൽ നിന്നും കപ്പൽ കണ്ടെത്തുന്നത്. വിസ്കോൺസിൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ഡൈവർ സ്റ്റാർക്ക് വിട്രോക്ക് FJ കിങ്ങിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടു. പിന്നാലെ കപ്പലിന്റെ കണ്ടെത്തൽ വിസ്കോൺസിൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയും വിസ്കോൺസിൽ അണ്ടർ വാട്ടർ ആർക്കിയോളജി അസോസിയേഷനും സ്ഥിരീകരിക്കുന്നു. എങ്കിലും ഇപ്പോഴും നിരവധി സംശയങ്ങൾ നിലനിർത്തി FJ കിങ് ദുരൂഹമായി തന്നെ തുടരുകയാണ്.